എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ EBയുമായിട്ട് കോട്ടയം, ഇടുക്കി 2 ജില്ലകളിൽ പല സ്ഥലങ്ങളിലും പോയപ്പോൾ ചാർജ് ചെയ്ത സ്ഥലം, അതായത് കോട്ടയത്ത് കടുതുരുത്തി റെസ്റ്റ് ഹൗസിൽ താമസിച്ചപ്പോൾ ചാർജ് ചെയ്ത ചാർജിങ് സ്റ്റേഷൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇത് തലയോലപ്പറമ്പിലെ തനീത്ത് ഓട്ടോ ഫ്യൂൾസിലുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. 60 കിലോവാട്ടിന്റെ ഡ്യുവൽ ഗണ്ണുള്ള സ്റ്റേഷനാണിത്. ഏറ്റവും കുറഞ്ഞ ചാർജിൽ നമുക്ക് EB ചാർജ് ചെയ്യാവുന്നതാണ്. BPCLന്റെ ഇ-ഡ്രൈവ് എന്ന ഈ ചാർജിങ് സ്റ്റേഷൻ 14 രൂപയാണ് ഇവിടെ ഒരു യൂണിറ്റിന് ചാർജ്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ BP പമ്പുകളിലും ഉടനെ തന്നെ ചാർജിങ് സ്റ്റേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലിന്റെയും മറ്റും എല്ലാ പമ്പുകളിലും വരുന്ന ചാർജിങ് സ്റ്റേഷനുകളിലും 14 രൂപയായിരിക്കും നിലവിലുള്ള ചാർജ്. വിശാലമായ പാർക്കിങ്ങും ഇതിനോട് ചേർന്ന് തന്നെ ഒരു നല്ല റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇവിടെ കാണുന്ന ഈ PWD റെസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിച്ചത്. തലയോലപ്പറമ്പിൽ നിന്ന് ഏറ്റുമാനൂർ പോകുന്ന വഴിയിലാണ്. ഏതാണ്ട് നമ്മളുള്ള ഈ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ തവണയും താമസിച്ചിരുന്നത്. കുമരകം പോകാനും വൈക്കം പോകാനും അതുപോലെ മലരിക്കൽ, ആമ്പൽപാട് പോകാൻ. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഞാൻ ഇല്ലിക്കൽ കല്ല്, ഇലവിഴ, പൂഞ്ചിറ എന്ന സ്ഥലങ്ങളിലെല്ലാം എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ എല്ലാം വീഡിയോ ഇതിന് പുറകെ വരുന്നതായിരിക്കും. വളരെ വൃത്തിയുള്ളതും അതുപോലെ തന്നെ താമസിക്കാൻ പറ്റിയമായ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഇവിടെ കാണിച്ചത്. 4 AC റൂമാണ് ഇവിടെ ഉള്ളത്. ഇതിനടുത്ത് തന്നെയായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ കാണിച്ച തലയോലപ്പറമ്പിലുള്ള ചാർജിങ് സ്റ്റേഷൻ കൂടാതെ തന്നെ തലയോലപ്പറമ്പിൽ ചാർജ് മോഡിന് തന്നെ മറ്റൊരു ചാർജിങ് സ്റ്റേഷനുണ്ട്. DB കോളേജിനകത്ത് അടുത്തായിട്ട് വെട്ടിക്കാട്ട് മുക്കുന്ന സ്ഥലത്ത്. പിന്നെ അത് കൂടാതെ തന്നെ കോതനാട്ട്, ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഏറ്റുമാനൂർ പോകുന്ന സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ 2 ചാർജിങ് സ്റ്റേഷനുണ്ട്. ഒന്ന് മാഞ്ഞൂർ ബീസ ക്ലബിനോട് ചേർന്ന GoEasyയുടെ ചാർജിങ് സ്റ്റേഷനും അതുപോലെ തന്നെ കോതനല്ലൂർ SBIയുടെ അവിടെ ചേർന്നുള്ള ചാർജ് ബോർഡിന്റെ ഒരു 90 കിലോവാട്ടിന്റെ ഓട്ടോ ചാർജും ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കടുതുരുത്തിയിലുള്ള മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടു മുമ്പിലാണ്. നമ്മൾ താമസിച്ചിരുന്നത് വളരെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണിത്, കടുതുരുത്തിയിലുള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് മള്ളിയൂർ ക്ഷേത്രം. ഇവിടെ നിന്ന് ഏതാണ്ട് 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ബീസ ക്ലബ്ബ്, മാഞ്ഞൂർ ബീസ ക്ലബ്ബ്. അതിനോട് ചേർന്ന അവരുടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് GoEasyയുടെ ചാർജിങ് സ്റ്റേഷൻ. GoEasyയുടെ ചാർജിങ് സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലാണ് ചാർജ് ബോർഡിന്റെ മറ്റൊരു ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. ഞാൻ അവിടെ നിന്നാണ് ചാർജ് ചെയ്തത്. ആ ചാർജിങ് സ്റ്റേഷൻ കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കടുതുരുത്തിയിൽ ചെന്നാൽ താമസിക്കാനും അതുപോലെ തന്നെ അതിനോടടുത്തുള്ള ഒരു 4 ചാർജിങ് സ്റ്റേഷനുമാണ് ഞാനിവിടെ കാണിച്ചത്. ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ചേർന്നുള്ള ചാർജിങ് സ്റ്റേഷൻ. വിശാലമായ പാർക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ ചുറ്റും റെസ്റ്റോറൻറ്റും മറ്റ് ഷോപ്സ് എല്ലാം ഉള്ള സ്ഥലമാണിത്. നമ്മളിങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ പോകുമ്പോൾ ചാർജിങ് സ്റ്റേഷനുകളിൽ കയറി ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഷോപ്പിങ്ങും അതുമാതിരി ഭക്ഷണം കഴിക്കാൻ എല്ലാ സൗകര്യമുണ്ട്.
ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്ന് പോയിരുന്ന സ്ഥലങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ EV ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.